കണ്ഠര രാജീവരരുടെ മകൻ കണ്ഠരട് ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിർപ്പില്ല എന്ന ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS. മേൽശാന്തി അഭിമുഖത്തിൽ തന്ത്രിയെ പങ്കെടുപ്പിക്കുന്നതിൽ ഉചിതമായ തീരുമാനം പിന്നീടെടുക്കും. തന്ത്രി ആരാകണമെന്നതിൽ ഹൈക്കോടതിയുടെ അനുമതി കൂടി വാങ്ങുന്നതാണ് ഔചിത്യമെന്നും കെ ജയകുമാർ IAS പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ചിങ്ങമാസത്തിൽ പുതിയ രാജീവരുടെ ടേണാണ്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ സാധിക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ മകന് ആ അവകാശം കൊടുക്കണം എന്നുള്ളതാണ് ആകെ ഒരു കത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ മേൽ ആ ആവശ്യം അംഗീകരിക്കുന്നതിന് ബോർഡിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ചില ഈ മറ്റ് കേസുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് കോടതിയുടെ ഒരു അംഗീകാരം കൂടി വാങ്ങി ആ കത്തിൻ്റെ മേൽ തീരുമാനമെടുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല വേറെ ഒരു തീരുമാനമോ ചർച്ചയോ അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നുണ്ട്. ജ്യോതിഷെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് പച്ചക്കൊടി വീശിയിട്ടുണ്ട്. കണ്ഠരട് ബ്രഹ്മദത്തിന് മേൽശാന്തി ആകുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ചില കാര്യകാരണങ്ങളുണ്ടല്ലോ, നമുക്കറിയാം മുൻപുണ്ടായ സംഭവങ്ങൾ. അത് പ്രകാരം ഹൈക്കോടതിയുടെ അനുമതി കൂടി ലഭ്യമായാലേ ഇനി ആ ഒരു തീരുമാനത്തിലേക്ക് പൂർണ്ണമായും പച്ചക്കൊടി കാണിക്കാൻ പറ്റുകയുള്ളൂ എന്നാണോ മനസ്സിലാക്കുന്നത്? എന്താണ് ജയപ്രസാദ് അദ്ദേഹം പറയുന്നത്? കൂടുതൽ വാക്കുകളുടെ വിശദാംശം. അശ്വതി, കഴിഞ്ഞ ദിവസമാണ് നിലവിലെ ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠര രാജീവര് ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. കത്തിൽ പറയുന്ന ഇതാണ്: തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് തന്നെ തൻ്റെ മകനായിട്ടുള്ള കണ്ഠര ബ്രഹ്മദത്തിനെ ശബരിമലയുടെ തന്ത്രിയായി നിയമിക്കണമെന്നാണ് ഈ ദേവസ്വം ബോർഡ് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞിരിക്കുന്നത് കത്ത് തനിക്ക് ലഭിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിനൊരു എതിർപ്പുമില്ല, അത് നിയമിക്കാൻ യോഗ്യനുമാണ്, കണ്ഠര ബ്രഹ്മദത്തെ യോഗ്യനാണ്. എന്നാൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ കൂടെ ഒരു അനുമതിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ കമ്മീഷൻ വഴി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ അനുകൂലമായ ഒരു വിധിയാണ് വരുന്നതെങ്കിൽ ദേവസ്വം ബോർഡിന് മറ്റ് എതിർപ്പുകളില്ല. ശബരിമല തന്ത്രിയായിട്ട് നിലവിലെ ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠര രാജീവരുടെ മകനായ കണ്ഠര ബ്രഹ്മത്തിനെ നിയമിക്കാൻ തയ്യാറാണ്, ബോർഡിന് എതിർപ്പില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ശബരിമല മേൽശാന്തിയെ നിയമനത്തിലും ആ സമയത്തും അഭിമുഖത്തിൽ ഇപ്പോൾ കണ്ഠര രാജീവരെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിലും ബോർഡ് ചർച്ചകൾ നടക്കുകയാണ്. അതിലും അനുകൂലമായ ഒരു സമീപനമായിരിക്കും ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്താണേലും നിലവിൽ കണ്ഠര ബ്രഹ്മത്തിനെ ശബരിമലയുടെ തന്ത്രിയായി നിയമിക്കുന്നതിൽ ബോർഡിന് അനുകൂല സമീപനമാണുള്ളത്, മറ്റ് എതിർപ്പുകളില്ല. എന്നാൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് കൂടെ, അനുമതി കൂടെ ലഭിച്ചാൽ മറ്റൊരു എതിർപ്പും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വതി. ജ്യോതിഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. കണ്ഠരട് രാജീവരുടെ മകൻ കണ്ഠരട് ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ എതിർപ്പില്ല എന്നാണ് ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജ്യോതിഷ് ജനാർദ്ദനൻ.